ഡിയർ സ്റ്റുഡൻസ്, ഇത്തവണ മെയിൻസ് എക്സാമിനേഷൻ്റെ പാർട്ടായിട്ട് PSR ഓപ്ഷനിൽ ഐലൈൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്തവണ ഐലൈനിൻ്റെ PSR ഓപ്ഷണൽ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു പൊളിറ്റിക്കൽ സയൻസ് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഇതിനുശേഷം ഐലൈൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് PSR ഓപ്ഷണൽ ടെസ്റ്റ് സീരീസിന്റെ പാർട്ടായിട്ട് ഐലൈൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ടറി ആൻസർ റൈറ്റിംഗ് സെഷൻസ് തരും. സർവീസിലിരിക്കുന്ന ഒരു ടോപ്പർ ഓൾറെഡി എങ്ങനെയാണ് PSRന്റെ ആൻസേഴ്സ് എഴുതുന്നത് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് അന്നത്തെ ദിവസം ഉണ്ടാവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ എവരിഡേ ഓരോ സബ് ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നൈട്രോ ബൂസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന ഈ സെഷൻസ് മൊത്തം കൂടെ 40 ദിവസങ്ങളിലുണ്ടായിരിക്കും. ഈ 40 ദിവസങ്ങളിലും എവരിഡേ വൈകുന്നേരം 8:30 to 10:30 നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ 3 ആൻസേഴ്സ് എഴുതുകയും അതൊന്ന് റിവ്യൂ ചെയ്യുകയും അതിന്റെ കറക്റ്റ് ഫോർമാറ്റും സ്ട്രക്ചേഴ്സും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയും ചെയ്യും. ഇത് കൂടാതെ 4 സെക്ഷൻ ടെസ്റ്റുകളും 4 ഫുൾ ടെസ്റ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസിന്റെ പേപ്പർ 1ന്റെ ഫസ്റ്റ് പാർട്ടിന്റെ സബ് ടോപ്പിക്കുകൾ എല്ലാ ദിവസവും നൈട്രോ ബൂസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതായത് എവരിഡേ ആൻസർ റൈറ്റിംഗ്. അതിന് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പേപ്പർ 1ന് കംപ്ലീറ്റ് ആയിട്ട് പേപ്പർ 1ന്റെ ഫസ്റ്റ് പാർട്ടിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു 250 മാർക്സിന് 3 അവർ എക്സാമിനേഷൻ നടത്തും. അതിനുശേഷം പേപ്പർ 1 പാർട്ട് ബിയുടെ സബ് ടോപ്പിക്കുകൾ ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിന്റെ പാർട്ടായിട്ടുള്ള നൈട്രോ ബൂസ്റ്റേഴ്സ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുറയ്ക്ക് അടുത്തത് ഈ ഒരു പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ടെസ്റ്റ് ഉണ്ടാവും. ഈ 2 സെഷൻ ടെസ്റ്റും 250 മാർക്സിൽ വെച്ചിട്ടാണ്. ഇതുപോലെ തന്നെ കറസ്പോണ്ടിങ്ങിലി നമ്മൾ പേപ്പർ 2ഉം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പേപ്പർ 2ന്റെ പാർട്ട് എയും പാർട്ട് ബിയും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. 4 സെഷൻ ടെസ്റ്റ് കൂടാതെ നമ്മൾ 4 ഫുൾ ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി ഈ ഫുൾ ടെസ്റ്റുകളെല്ലാം ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഫീഡ്ബാക്കും തരുന്നതായിരിക്കും. വളരെ ഇന്റൻസ് ആയിട്ട് ഡെയിലി ആൻസർ റൈറ്റിംഗ് എഴുതിക്കൊണ്ട് നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസ് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ആൻസർ റൈറ്റിംഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും തന്നെ ഈ പ്രോഗ്രാമിന്റെ പാർട്ടാവുകയും ഇന്റൻസ് ആയിട്ട് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് ഒരു 270 to 300 മാർക്സ് ഓപ്ഷനിൽ സ്കോർ ചെയ്യുകയും അതുവഴി റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ വരിക എന്നുള്ളത് ഉറപ്പിക്കുക നമ്മൾ ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾക്ക് ഏവർക്കും പൊളിറ്റിക്കൽ സയൻസിന്റെ ഓപ്ഷണൽ മെയിൻസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം.